അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. 11 റൂൾസ് ഫോർ ലൈഫ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ന്യൂ ഇയർ ആണെങ്കിലും നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കൊന്നും പോകുന്നില്ല. ആ പുസ്തകം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിന്ന് പുതിയ ഒരു റൂളാണ് പഠിക്കാൻ പോകുന്നത്. പുതിയ റൂളിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് കയറാം. അതിനു മുമ്പ് ഞാനൊരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമുക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മൾ ഇതിനു മുമ്പൊക്കെ സംസാരിച്ചിട്ടുള്ള വിഷയം തന്നെ, എങ്കിലും എത്ര സംസാരിച്ചാലും ഇതൊന്നും ഒരിക്കലും അധികമാവില്ല. നമുക്ക് നമ്മുടെ ലൈഫിനെ രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ഒന്ന് നമ്മുടെ ഇന്റലക്റ്റ് വെച്ച് നോക്കിക്കാണാം, നമ്മുടെ ലോജിക്ക് വെച്ച് നോക്കിക്കാണാം. മറ്റൊന്ന് നമ്മുടെ വിസ്ഡം വെച്ച് നോക്കിക്കാണാം. അപ്പൊ ഇന്റലക്റ്റ് വെച്ച് നോക്കിക്കാണുമ്പോൾ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്റലക്റ്റ് വെച്ച് നോക്കിക്കണ്ടാൽ, അല്ലെങ്കിൽ ഇന്റലക്റ്റ് എന്ന് ഉപയോഗിക്കണ്ട, ലോജിക്ക് വെച്ച് നമുക്ക് നമ്മുടെ ലൈഫിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? അത് നമ്മുടെ ലോജിക്ക് ഒരിക്കലും പിന്നെന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആവില്ല. ലോജിക്ക് എപ്പോഴും നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അത് കുറച്ച് ഫാക്ച്വലും കൂടെയാണ്. ഈ ലോകത്തിലെ ഏതൊരു സക്സസ്ഫുൾ മനുഷ്യനെ എടുത്താലും അദ്ദേഹം അസംതൃപ്തനായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. കാര്യം അദ്ദേഹം വിചാരിക്കുന്നത്, എനിക്ക് കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാൽ, എനിക്കൊരു എക്സ്ട്രാ മൈൽ പോകാനുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും വിചാരിക്കും. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ ഇൻകംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. വളരെ അച്ചീവ് ചെയ്ത ഒരാളുടെ ഉള്ളിലും അതുണ്ട്. ഇല്ലാത്തവരുടെ ഉള്ളിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ അതിനെ നോക്കിക്കാണാം. അത്രയും കൊണ്ട് നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അങ്ങനെ റൗണ്ട് അബൌട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആകാമായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആകാമായിരുന്നു. നമ്മൾ സന്ദർഭങ്ങളെ അറിയാതെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ആ സന്ദർഭത്തിൽ അത് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നേനെ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. റൗണ്ട് അബൌട്ട് ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഫിലോസഫി ഓഫ് ഇഫ് എന്നൊരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇത് സന്ദർഭങ്ങളെക്കാളും കുറച്ചും കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ആരിലേക്ക് എത്തും? നമ്മുടെ കൂടെയുള്ള മനുഷ്യരിലേക്ക് എത്തും, അല്ലേ? നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ വരും. എൻ്റെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാത്തതിന് കാരണം നീയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ്, അല്ലെങ്കിൽ അവരാണ്. ഈ രീതിയിൽ നമ്മൾ ബ്ലെയിം ചെയ്യാൻ, ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലോജിക്കിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലെയിം ഗെയിമിലേക്ക് പോകും, ഒരു സംശയമില്ല. ഇതാണ് ലോജിക്കിന്റെ വഴി. പക്ഷേ ലോജിക്ക് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് എടുക്കാം. എന്താണ്? നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ എത്തിയിട്ടില്ല, അത് മാത്രം നമുക്ക് അതിൽ നിന്ന് എടുക്കാം. നല്ല കാര്യമാണ്. ബാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി രണ്ടാമതൊരു രീതിയുണ്ട്. രണ്ടാമത്തെ രീതിയും കൂടെ ചേർത്ത് വെച്ചാലേ നമുക്ക് തീർച്ചയായിട്ടും ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഷോർട്ട് കമ്മിങ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ലൈഫിലുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ മറുപുറം എന്താണ്? ഈ ഫ്ലിപ്പ് സൈഡ് എന്താണ്? ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ലോജിക്കിന്റെ ഫ്ലിപ്പ് സൈഡ് കാണാൻ ലോജിക്കിന് പറ്റില്ല. ഫ്ലിപ്പ് സൈഡ് കാണണമെങ്കിൽ വിസ്ഡത്തിനെ പറ്റുള്ളൂ. എന്താണ് അതിന്റെ ഫ്ലിപ്പ് സൈഡ്? അതും റൗണ്ട് അബൌട്ട് തന്നെ. ഇങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അന്ന് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ തകർന്നു പോകേണ്ടിയിരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഒരുപക്ഷെ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ലാത്ത തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയും, ഈശ്വരൻ നേരിട്ടല്ല വരുന്നത്. നമ്മളെ രക്ഷിക്കാൻ ഈശ്വരൻ നേരിട്ടല്ല വരുന്നത്. മാലാഖമാർ ഭൂമിയിലേക്ക് പറന്നിറങ്ങി വരാറുമില്ല. പിന്നെയോ മനുഷ്യരാണ് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലേ? നമ്മളോടൊപ്പം ജനിച്ച മനുഷ്യര്, നമ്മളെ ജനിപ്പിച്ച മനുഷ്യര്, നമുക്ക് വിദ്യ പകർന്നു തന്ന മനുഷ്യര്, നമുക്ക് സ്നേഹം പകർന്നു തന്ന സുഹൃത്തുക്കള്, ഈവൻ നമ്മൾക്ക് എതിരായിട്ട് നിന്ന നമ്മുടെ എനിമീസ്, നമ്മളോട് മത്സരിച്ചവര്, നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവര്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വിസ്ഡം ചിന്തിക്കുന്നത് അങ്ങനെയാ. അവരില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോയേനെ എന്ന് വിസ്ഡം ചിന്തിക്കുമ്പോൾ, ലോജിക്ക് ചിന്തിക്കും
അവരുള്ളത് കാരണമാണ് എനിക്ക് എൻ്റെ പൊട്ടൻഷ്യലിൽ എത്താൻ പറ്റാതിരുന്നത്. ഈ രീതിയിൽ 2 രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇതിലേതാണ് റിയാലിറ്റി, ഏതാണ് സത്യം എന്ന്. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്നല്ല ഞാൻ പറയുന്നത്, രണ്ടിലും ഫാക്റ്റ് ഉണ്ട്. പക്ഷേ ഇതിലേതാണ് റിയാലിറ്റി? മറ്റേതിനെ നിഷ്പ്രഭമാക്കി കളയുന്ന റിയാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് റിയാലിറ്റി. അവരില്ലായിരുന്നെങ്കിൽ നമ്മളില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കുറച്ച് സന്ദർഭങ്ങളും കുറേ മനുഷ്യരും നമ്മുടെ ലൈഫിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഞാനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ അബണ്ടൻസിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ അബണ്ടൻസിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ, എന്നിട്ട് നമ്മൾ ഈ ലോജിക്കിനെ എടുക്കണം. അബണ്ടൻസിൽ ആദ്യം പോയി നിൽക്കണം, കൃതജ്ഞതയിൽ ആദ്യം പോയി നിൽക്കണം. കൃതജ്ഞതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോജിക്ക് കൊണ്ട് നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ എത്താത്തതിന് കാരണമെന്ത്, ഇതാണ് ലോജിക്ക് അന്വേഷിക്കേണ്ടത്. വിസ്ഡത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടേ നമ്മൾ ലോജിക്ക് ഉപയോഗിക്കാവൂ. വിസ്ഡത്തെ മാറ്റി വെച്ചിട്ട് ലോജിക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് റിഗ്രറ്റായി മാറും, പിന്നെ നെഗറ്റിവിറ്റി ആയി മാറും, ഡിപ്രഷനായി മാറും, ആങ്സൈറ്റി ആയി മാറും. അങ്ങനത്തെ എല്ലാ നെഗറ്റിവിറ്റീസും അതിനെ ഫോളോ ചെയ്ത് വരും. പക്ഷെ അങ്ങനെയല്ല, കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. ഇത് ഒരു വലിയ ഗ്രാൻഡ് ഡിസൈൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്താൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും, ഈ റൗണ്ട് അബൌട്ട് ചിന്തിക്കുമ്പോൾ രണ്ടും ചിന്തിക്കുക. കാര്യങ്ങൾ അങ്ങനെയായിരുന്നെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആകുമായിരുന്നു എന്ന് ലോജിക്ക് പറയുന്നതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഞാനിന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിസ്ഡം പറഞ്ഞതും കൂടെ ആലോചിച്ച്, അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ വിസ്ഡം പറഞ്ഞതാണ് ഏറ്റവും വലിയ സത്യം. ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മളിൽ നിന്ന് വരേണ്ടത് ആ സമയത്ത്. ഇവിടെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നത്തെ റൂളിനെ സമീപിക്കുന്നത്. ഇന്നത്തെ റൂൾ എന്താണ്? ഇന്ന് ചേതൻ നമുക്ക് പറഞ്ഞു തരുന്ന റൂൾ എന്താണ്? ചേതൻ പറഞ്ഞു തരുന്ന റൂളിലേക്ക് നമുക്ക് റൂളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ മനസ്സിലാക്കണം. ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. എന്താണത്? ഞാൻ ഡിസ്കവറി ചാനല്, വൈൽഡ്, അങ്ങനത്തെ നെറ്റ് ജിയോ, ഇങ്ങനത്തെ സംഗതികളൊക്കെ നാഷണൽ ജോഗ്രഫിക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ട്രൂത്ത് ഉണ്ട്. നമുക്ക് കാട്ടിൽ നിന്ന് കുറേയേറെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ലെസൺ ഉണ്ട്. എന്താണത്? അതായത് ഒരു കൂട്ടം ആനകൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. വെള്ളം കുറഞ്ഞപ്പോൾ, ഭക്ഷണം കുറഞ്ഞപ്പോൾ, സ്കേഴ്സിറ്റി നേരിട്ടപ്പോൾ ഇവർ കിലോമീറ്ററുകൾ, അതായത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇവർ നടക്കും. നടന്നാണ് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതാണല്ലോ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹേർഡ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10, 12, 18 ആനകൾ ഉണ്ടാവാം. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഈ ആനകളുടെ യാത്ര ഷൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ 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 ചാലഞ്ചിങ് ആയിട്ടുള്ള യാത്രയാണ്. ഒരുപാട് ചലഞ്ചസ് അവർക്ക് നേരിടേണ്ടി വരും. വെള്ളം ഇല്ലാതെ വരും, ഭക്ഷണം ഇല്ലാതെ വരും, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതില് കൊമ്പൻ ആനകളുണ്ട്, പിടിയാനകളുണ്ട്, കുട്ടി ആനകളുണ്ട്, പ്രായമായ ആനകളുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു കുട്ടിക്ക് എന്തോ അസുഖം ബാധിച്ചു. കുട്ടിക്ക് ആരോഗ്യം കിട്ടുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല, അത് എപ്പോഴും ഇടറി വീഴുന്നു. അപ്പൊ അത് വീഴുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഹേർഡ് മൊത്തം അവിടെ സ്റ്റേ ചെയ്യും. ഈ കുട്ടി വീണ്ടും റിക്കവർ ചെയ്യുന്നത് വരെ ഹേർഡ് മൊത്തം അവിടെ നിൽക്കും. വീണ്ടും അവർ മൂവ് ചെയ്യും. ഇത് നടക്കാറാവുമ്പോൾ വീണ്ടും അത് മൂവ് ചെയ്യും. നല്ല രസം അത് കാണാൻ. പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ ഹേർഡ് ഒരു തീരുമാനം എടുത്തു, ഈ കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര തുടരുക. കഠിനമായ തീരുമാനമാണ്. പക്ഷെ അവരങ്ങനെ ഒരു റെസൊല്യൂഷനിലെത്തി. അവസാനം ആ ആനക്കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഈ ഹേർഡ് മുമ്പോട്ട് പോകുന്നു. ആനക്കുട്ടിയെ ആ ആനകളുടെ പറ്റ ഉപേക്ഷിക്കുമ്പോഴും ഒരാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആരാത്? അമ്മ. അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അമ്മ മാത്രം അവിടെ സ്റ്റേ ചെയ്തു. ബാക്കിയുള്ള 18 ആനകൾ മുമ്പോട്ട് നീങ്ങി. അവരങ്ങനെ ആ മരുഭൂമിയിലൂടെ മുമ്പോട്ട് പോയി. അമ്മ മാത്രം അവിടെ നിന്നു. അമ്മ അവിടെ നിന്നിട്ട് ഈ കുട്ടിയെ റിജുവിനേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനെ എഴുന്നേൽപ്പിക്കാനും അതിനെ ഊർജ്ജം കൊടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതിന് എന്തോ ആന്തരികമായ തകരാറ്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. കാട്ടിൽ ജനിക്കുന്ന ഒരു മൃഗത്തിനും രോഗം ഉണ്ടാവില്ല, ജനിതക രോഗം ഉണ്ടാകില്ല. അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും. ഇതെന്തോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഈ ആനക്കുട്ടിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അത് സ്ട്രഗിൾ ചെയ്യാണ്.
ഈ അമ്മ ആവുന്ന ശ്രമിച്ചു നോക്കി. ഏതാണ്ട് ഈ ആനപ്പറ്റം പോയതിന് ശേഷം മണിക്കൂർ, ഒരു ദിവസം അങ്ങാണ്ട് അത് അവിടെ നിന്നെന്ന് തോന്നുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഈ കുട്ടി ഇനി ഒരിക്കലും ലൈഫിലേക്ക് തിരിച്ചു വരില്ല. ഈ കുട്ടിയെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ഈ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പക്ഷം നേരത്തെ ആ ആനക്കൂട്ടത്തിലെ ബാക്കിയുള്ളവർക്ക് കൂടെ അത് ദോഷം വരും. എന്ന് വെച്ചാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് അവർ ഹെൽഡപ്പ് ആയി പോകും, ദാഹിച്ച് വലഞ്ഞ് അവർ ചിലപ്പോൾ ഇനിയും കൂടുതൽ പേര് കുഴഞ്ഞു വീഴും. അതല്ലെങ്കിൽ മറ്റ് ജീവികളുടെ ആക്രമണം ഉണ്ടാകാം. ഇത്തരത്തിലുള്ള തോന്നലിൽ അവസാനമായിട്ട് തൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് ആ അമ്മ നടന്നകലുകയാണ്. ഹാർട്ട് ബ്രേക്കിങ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യില്ലായിരിക്കാം, കാര്യം മനുഷ്യർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ ബാക്കി എല്ലാ ജീവികളും അത് ചെയ്യും. ഇതിൽ വലിയൊരു ലെസൺ ഉണ്ട്. ക്രൂരമെന്ന് തോന്നാമെങ്കിലും ഇതിലൊരു ലെസൺ ഉണ്ട്. അതായത് നമ്മൾ ആകാശത്തിലൂടെ, ഇനിയിപ്പം ആനകൾ അവിടെ നിൽക്കട്ടെ, ആകാശത്തിലൂടെ പറക്കുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളെ ഒന്ന് നോക്കൂ. അവരൊരു പറ്റമായിട്ടാണ് പറക്കുന്നത്. അവർക്കൊരു പാറ്റേൺ ഉണ്ട് അല്ലേ? അവർക്ക് കൃത്യമായ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. ഒരാൾ തളരുമ്പോൾ അടുത്തയാൾ അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. അതിങ്ങനെ സ്പിയർ ഷേപ്പിലാണ് പറക്കുന്നത്. മുമ്പിൽ ഒരാളും ബാക്കി പുറകോട്ട് എണ്ണം കൂടി വരും. എന്തുകൊണ്ടാണത്? കാറ്റിനെ തുളച്ച് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡൈനാമിക്സ് ആണത്, എയ്റോഡൈനാമിക് ആണത്. ആ പക്ഷി, ഏറ്റവും മുമ്പിൽ പോകുന്ന പക്ഷിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് പറക്കാൻ. ബാക്കിയുള്ളവർക്ക് എളുപ്പമാണ്. ഇയാൾ പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമാണ് പറക്കാൻ. അപ്പോൾ ഈ മുമ്പിൽ നിൽക്കുന്ന പക്ഷി ഒരു മണിക്കൂറുകളോളം പറന്ന് കഴിയുമ്പോൾ പുറകിൽ നിൽക്കുന്ന പക്ഷി അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇയാൾ പുറകോട്ട് വന്ന് ഇയാൾ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോഴും പറക്കുകയാണ്, പക്ഷെ ആദ്യത്തെ അത്ര ചലഞ്ചിങ് അല്ല പിന്നീടുള്ള പറക്കൽ. രണ്ടാമത്തെ പക്ഷി അതിൻ്റെ ടെന്യൂർ കഴിയുമ്പോൾ അടുത്ത പക്ഷി വന്ന് അവിടെ റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കിലോമീറ്റർ അതിന് പറക്കാൻ സാധിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ അത്രയൊക്കെ കഴിവും ബുദ്ധിയുമൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ പക്ഷികളിൽ ഒരു പക്ഷിക്ക് ചിറകൊടിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയെന്നിരിക്കട്ടെ. അതിന് പരിക്ക് പറ്റി അതിന് പറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മറ്റ് പക്ഷികൾ അതിനെ താങ്ങിയെടുത്ത് പറക്കുന്നത്? അതിനെ പുറത്തെടുത്തിരുത്തി പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. റിയാലിറ്റിയിൽ അങ്ങനെ ഒന്നില്ല. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിന്റെ അർത്ഥം ലോകത്ത് എമ്പതി ഇല്ലെന്നോ ലോകത്ത് സ്നേഹമില്ലെന്നോ ഒന്നും എടുത്തേക്കരുത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വയം പറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വയം പറന്നു കഴിഞ്ഞാൽ ഇവർ മൊത്തം നമ്മളെ സഹായിക്കും. നമുക്ക് പറക്കാൻ സാധിക്കുന്നിടത്തോളം, നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ഈ മൊത്തം ഹേർഡും നമ്മുടെ ഒപ്പം നിൽക്കും. മൊത്തം പക്ഷിക്കൂട്ടവും നമ്മളെ സഹായിക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്. നേരെ മറിച്ച് നമുക്ക് പറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പക്ഷികൾക്ക് നമ്മളെ താങ്ങിയെടുത്തുകൊണ്ട് പറക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു റൂളില്ല പ്രപഞ്ചത്തിൽ. അത് ക്രൂരതയൊന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് എന്താ, അതൊരു നിയമമാണ്, റൂളാണ്, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു റൂളാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ മാത്രമാണ് ഹെൽപ്പ് പുറത്തുനിന്ന് വരിക. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും, ലോകം ക്രൂരാണ്, ലോകം ക്രൂരം അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇങ്ങനെയാണ് ഈ കളിയുടെ നിയമം. ഇത് കളിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് മാത്രം. കൈകൊണ്ട് തൊടരുത് ബോൾ, കൈകൊണ്ട് തൊട്ടാൽ പെനാൽറ്റി കിട്ടും എന്ന് നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പഠിക്കുന്നത് പോലെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ ഒരു റൂൾ ഇതാണ്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ പ്രപഞ്ചം മൊത്തം ഉണ്ടാവും, പക്ഷികൾ മൊത്തം ഉണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതും കൂടെ അവരെടുക്കും എന്ന് വിചാരിക്കരുത്. പിന്നെ ബാക്കി അവിടെ ഉണ്ടാവില്ല. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം അതാ. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സിസ്റ്റവും നമ്മളെ സഹായിക്കും, പ്രപഞ്ചം മുഴുവൻ നമ്മളെ സഹായിക്കും. നമ്മൾ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പ്രപഞ്ചത്തിന് സഹായിക്കാൻ പറ്റില്ല. പ്രപഞ്ചം ഹെൽപ്ലെസ് ആണ്. പ്രപഞ്ചം നമ്മളെ ഉപേക്ഷിക്കും, പുറകിൽ വിട്ടേക്കും. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ റൂള് പഠിക്കുന്നത്. എന്താണ് ഇന്നത്തെ റൂള്? അദ്ദേഹം ഇട്ടിരിക്കുന്ന ടൈറ്റില് ഇറ്റ്സ് മൈ ഫോൾട്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന ടൈറ്റില്, ഇറ്റ്സ് മൈ ഫോൾട്ട്. എന്താണ് ഇറ്റ്സ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് ടേക്കിംഗ് എക്സ്ട്രീം ഓണർഷിപ്പ് ഫോർ യുവർ ആക്ഷൻ. ടേക്കിംഗ് എക്സ്ട്രീം ഓണർഷിപ്പ് ഫോർ യുവർ ആക്ഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു മേക്ക് തിങ്സ് ബെറ്റർ. വളരെ നല്ല ലെസൺ ആണിത്. നമുക്ക് ഈ കളിക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഇതാണ് നിയമം. എന്താണ്? ടേക്ക്
എക്സ്ട്രീം ഓണർഷിപ്പ് ഫോർ അവർ ഫെയിലുവർ, ഫോർ അവർ എവറി ആക്ഷൻ, ഫോർ അവർ എവറിത്തിങ്. എല്ലാത്തിനും എക്സ്ട്രീം ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുക. ഇറ്റ്സ് മൈ ഫോൾട്ട് എന്നെടുത്ത് ഏറ്റെടുക്കുക. സാധാരണ നേരെ തിരിച്ച, വിജയങ്ങളുടെ മുഴുവൻ ഓണർഷിപ്പും നമ്മൾ എടുക്കും. ഇറ്റ്സ് മൈ ക്രെഡിറ്റ് എന്നെടുക്കും. നമ്മുടെ പരാജയങ്ങളുടെ മൊത്തം ഇതും നമ്മൾ വീതിച്ചു കൊടുക്കും. കുറച്ച് പേരൻസിന്, കുറച്ച് ടീച്ചേഴ്സിന്, കുറച്ച് ഫ്രണ്ട്സിന്, കുറച്ച് അപ്പുറത്തെ വീട്ടിലെ ആൾക്ക്, ഇങ്ങനെ അത് നമ്മൾ വീതിച്ചു കൊടുക്കും. വിജയങ്ങൾ മാത്രം നമ്മൾ സ്വന്തമാക്കി എടുക്കും. ഇങ്ങനെയല്ല വാസ്തവത്തിൽ ചെയ്യേണ്ടത്. വിന്നേഴ്സ് ഇങ്ങനെയല്ല ചെയ്യുന്നത്. വിന്നേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? അവരുടെ ഫെയിലിയർ ആണ് ഇവർ ആദ്യം എടുക്കുന്നത്. അവർക്ക് പറ്റാണ്ട് പോയ കാര്യങ്ങളാണ്, അവർക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളുടെ ഓണർഷിപ്പാണ് അവർ ആദ്യം എടുക്കുക. വിജയങ്ങളുടെ ഓണർഷിപ്പ് അവർ സത്യം പറഞ്ഞാൽ അവരങ്ങനെ പോയി എടുക്കില്ല. വിജയിച്ച അവരുടെ അച്ചീവ്മെന്റ്സ് അവരങ്ങനെ ഓണർഷിപ്പ് എടുക്കില്ല. അവർ എടുക്കുന്നത് ഏതാണ്? അവരുടെ പരാജയങ്ങളുടെ ഓണർഷിപ്പാണ്. ഇപ്പൊ വിവേകാനന്ദ സ്വാമിയൊക്കെ പറയും, എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്നിൽ നിങ്ങൾ നല്ലത് കാണുന്നുണ്ടെങ്കിൽ, നന്മ കാണുന്നുണ്ടെങ്കിൽ അതെന്റെ ഗുരുനാഥന്റെയാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങൾ എന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്റെയാണ്. ഇങ്ങനെ പറയാൻ അസാമാന്യമായ സത്യസന്ധതയും ചങ്കൂറ്റവും വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ നിസ്സാരകാര്യമല്ല. വിവേകാനന്ദ സ്വാമി വെസ്റ്റിൽ പോയി പറഞ്ഞൊരു കാര്യമാണ്, എന്നിൽ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെന്റെയാണ്, ഒരു സംശയവും വേണ്ട, അത് ഞാൻ വരുത്തി വെച്ച മിസ്റ്റേക്കാണ്. നേരെ മറിച്ച് എന്നിൽ എന്തെങ്കിലുമൊക്കെ നന്മയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, എന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രകാശമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ആർക്ക് കടപ്പെട്ടിരിക്കുന്നു? എൻ്റെ ഗുരുനാഥന് കടപ്പെട്ടിരിക്കുന്നു, ഈ സംസ്കാരത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതാണ് ശരിയായ ആറ്റിറ്റ്യൂഡ്. എക്സ്ട്രീം ഓണർഷിപ്പ് ഫോർ അവർ ആക്ഷൻ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതുവരെ സംഭവിച്ച, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ ബ്ലെയിം ചെയ്താൽ ഒരു കാലത്തും സിറ്റുവേഷൻസ് മാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ബ്ലെയിം ചെയ്യും തോറും വാസ്തവത്തിൽ നമ്മൾ ഇൻഡയറക്ട്ലി നമ്മളോട് പറയുന്നത് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഫൈനാണ്, പെർഫെക്റ്റ് ആണ്. മറ്റേയാളുടെ കുറവ് കൊണ്ടാണ്, മറ്റേയാളുടെ ഫോൾട്ട് കൊണ്ടാണ് നമുക്കിത് നേടാൻ സാധിക്കാതിരുന്നത്. ഇദ്ദേഹം ഒരു ലിസ്റ്റ് തന്നെ തരുന്നുണ്ട്. സാധാരണ ലൂസേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അത്രേ. ലൂസേഴ്സിന്റെ ലിസ്റ്റ് എന്താണെന്നറിയാമോ? അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതായത് എക്സ്ക്യൂസുകളും അങ്ങനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു വിക്ടിംഹുഡ് നറേറ്റീവ് എന്ന് അദ്ദേഹം പറഞ്ഞത്. വിക്ടിംഹുഡ് നറേറ്റീവ് അതിൽ ഇതൊക്കെയാണ്: ഇഫ് ഓൺലി അതേഴ്സ് ബിഹേവ്ഡ് ബെറ്റർ മൈ ലൈഫ് വുഡ് ബി ബെറ്റർ. ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജസ്റ്റിഫിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്: മൈ ചൈൽഡ്ഹുഡ് വാസ് വെരി ബാഡ്, ദാറ്റ്സ് വൈ ഐ കാൺ ഡു വെൽ അറ്റ് എനിത്തിങ് ഇൻ ലൈഫ്. എൻ്റെ കുട്ടിക്കാലത്തെ ബ്ലെയിം ചെയ്യുക. കുട്ടിക്കാലത്തിന്റെ ചില പ്രശ്നങ്ങൾ എടുത്തിട്ട് അതിനെ ബ്ലെയിം ചെയ്തിട്ട് അത് കാരണമാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയത്. ഐ ഡോണ്ട് ഹാവ് സപ്പോർട്ടീവ് പേരൻസ്, ദാറ്റ്സ് വൈ. ഓക്കെ, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ടായിരുന്നില്ല, ദാറ്റ്സ് വൈ. മൈ പേരൻസ് ആർ ടു പുഷി, അവരെന്നെ വല്ലാണ്ട് പ്രഷർ ചെയ്തു, ദാറ്റ്സ് വൈ. ഓക്കെ, പിന്നെയോ വി ആർ പഞ്ചാബീസ് ആൻഡ് വി ലവ് ഫുഡ് ടു മച്ച്, ദാറ്റ്സ് വൈ ഐ ആം ഫാറ്റ്. ഇത് പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. ചേതൻ ഭഗത്ത് വളരെ ഫാറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കാരണം പുള്ളി പറയണത് വി ആർ പഞ്ചാബീസ്, ഞങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന പഞ്ചാബീസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫാറ്റ് ആയി പോയതെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു, അന്നത്തെ ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു. ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് ലവ് ആസ് എ ചൈൽഡ്, ദാറ്റ്സ് വൈ. എനിക്ക് കുട്ടിക്കാലത്ത് വേണ്ടത്ര സ്നേഹം ലഭിച്ചില്ല, എന്നെക്കായാലും സ്നേഹം മറ്റുള്ളവരോടായിരുന്നു, പേരൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, ദാറ്റ്സ് വൈ. ദ എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് റോങ്, ദാറ്റ്സ് വൈ. ഇവിടുത്തെ സിസ്റ്റം തന്നെ തെറ്റാണ്. ഇപ്പൊ എന്താ പറയാ, ഈ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ തലയ്ക്ക് പിടിച്ചാൽ നമ്മൾ വ്യക്തികളെ ബ്ലെയിം ചെയ്യില്ല, പകരം സിസ്റ്റത്തെ ബ്ലെയിം ചെയ്തു തുടങ്ങും. വ്യക്തികളോടുള്ള ബ്ലെയിമിങ് അവിടെ നിർത്തും. കുറച്ച് പൊളിറ്റിക്സ് തലയിൽ കയറി കഴിഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ തെറ്റാണ്, ഈ രാജ്യം തന്നെ തെറ്റാണ്, ഈ രാജ്യത്തിന്റെ ഹിസ്റ്ററി തന്നെ തെറ്റാണ്. എന്ത് ചെയ്യാൻ പറ്റും ഹിസ്റ്ററി തെറ്റാണെങ്കിൽ? ഹിസ്റ്ററി തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടൈം മെഷീനിൽ കയറി പോയി ശരിയാക്കാൻ പറ്റിയ കൊള്ളാം, പറ്റില്ല. പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല.
മൈ പേരൻസ് ആർ നോട്ട് റിച്ച്, ദാറ്റ്സ് വൈ. പേരൻസ് വേണ്ടത്ര ഏൺ ചെയ്തില്ല, ദാറ്റ്സ് വൈ. മൈ ഫ്രണ്ട്സ് ഡിസ്ട്രാക്ട് മീ, അവരെ ഫ്രണ്ട്സ്, ദാറ്റ്സ് വൈ. ദർ ഇസ് ടു മച്ച് കോമ്പറ്റീഷൻ നൗ എ ഡേയ്സ്, ദാറ്റ്സ് വൈ. ദ ഗവൺമെന്റ് ഹാസ് നോട്ട് ക്രിയേറ്റഡ് ഇനഫ് ജോബ്സ്, ദാറ്റ്സ് വൈ. ഇങ്ങനെ നമുക്കൊരു എൻഡ്ലെസ് ലിസ്റ്റ് വിക്ടിംഹുഡ് നറേറ്റീവ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതാണ്. എന്തിനാണെന്നറിയാമോ? പെയിനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. റിയാലിറ്റിയെ ഫേസ് ചെയ്യുന്ന പെയിനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഗംഭീരമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ നറേറ്റീവുകളാണ് ഇതെല്ലാം. ഇത് ഫോളോ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫോളോ ചെയ്താൽ നമ്മൾ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യില്ല, ഒരു അവസ്ഥയും ചേഞ്ച് ചെയ്യില്ല. നമ്മൾ ഒന്നിനും ചേഞ്ച് ചെയ്യാൻ എഫേർട്ട് ഇല്ല. കാര്യം സിസ്റ്റം നന്നാവട്ടെ എന്നിട്ട് ഞാൻ നന്നാവാം, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് കുറച്ച് സമ്പാദിക്കട്ടെ എന്നിട്ട് ഞാൻ നന്നാവാം, ഈ രാജ്യം തന്നെ നന്നാവട്ടെ, ഈ രാജ്യം നന്നായിട്ട് ഞാൻ നന്നായിക്കോളാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും അല്ലേ? കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. അവിടെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞു. നമ്മൾ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കൂട്ടാൻ പറ്റില്ലല്ലോ. അതാണ് പറഞ്ഞത്. ഇവഞ്ച്വലി യു വിൽ ഡൈ ഹാവിംഗ് ലിവ്ഡ് എ മീഡിയോക്കർ ലൈഫ്. അദ്ദേഹം പറയണത് ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഗംഭീരമായ ഒരു ലൈഫ് കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ നമ്മൾ മരിച്ചു പോകും. അതാണ് വിക്ടിംഹുഡ് നറേറ്റീവ് ആയിട്ടിരുന്നാൽ അങ്ങനെ തന്നെ ഇരുന്നു പോകും. അദ്ദേഹം പറയണത്, ഈവൻ ഇഫ് യുവർ റീസൺസ് ഓർ എക്സ്ക്യൂസസ് ആർ ജെനുവിൻ, ദേ സ്റ്റിൽ ഡോണ്ട് ഹെൽപ്പ്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവാം, ശരിയായിരിക്കാം. പേരൻസ് സപ്പോർട്ട് ചെയ്ത് കാണില്ല, അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷനോ അതിനുള്ളൊരു എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത പാവങ്ങളായിരിക്കും, അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റി കാണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും, ഗവൺമെന്റിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കാണില്ല. അദ്ദേഹം പറയുന്നത്, ഈവൻ ഇഫ് യുവർ റീസൺസ് ആർ ഓർ എക്സ്ക്യൂസസ് ആർ ജെനുവിൻ, സ്റ്റിൽ ദാറ്റ് ഡോണ്ട് ഹെൽപ്പ്. എന്നാലും അത് സത്യമായിക്കൊള്ളട്ടെ അസത്യമായിക്കൊള്ളട്ടെ, ബ്ലെയിം ഗെയിം ഒരിക്കലും നമ്മളെ എവിടെയും എത്തിക്കില്ല. ഇതാണ് സത്യം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ഒരു മന്ത്രം പോലെ ഒരു സംഗതി പറയണം. എന്താണ്? ഇറ്റ്സ് മൈ ഫോൾട്ട്. ഇതാണ് ടേക്കിംഗ് എക്സ്ട്രീം ഓണർഷിപ്പ്. എക്സ്ട്രീം ഓണർഷിപ്പാണ്. നമ്മളത് വീതിച്ചു കൊടുക്കുന്നതേ ഇല്ല. അപ്പുറത്തെ ആൾ ചിലപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, സ്റ്റിൽ നമ്മൾ അത് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അയാളെ ഇനി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാന്നല്ലാണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ അപ്പൊ ഡിഫെൻഡ് ചെയ്ത് തുടങ്ങും. പിന്നെ അയാളുമായിട്ട് തർക്കിക്കലാവും നമ്മുടെ വേറൊരു ഇത്. അല്ലാതെ ഇപ്പൊ ഇനി അയാൾക്ക് അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ കാലത്ത് പോയി ഇതെല്ലാം ശരിയാക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതൊന്നും ഇല്ല. ടേക്കിംഗ് എക്സ്ട്രീം ഓണർഷിപ്പ്. അതിന് പുള്ളി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ചേതൻ പറയുന്ന എക്സാമ്പിൾ വേറെ ഒന്നുമല്ല. അദ്ദേഹം കുട്ടിക്കാലത്ത് നല്ല ഫാറ്റ് ആയിരുന്നു. അതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫുഡിയാണ്. ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് കഴിക്കും. അങ്ങനെ കഴിച്ചിട്ട് ഇയാള് നല്ല ചബ്ബിയാണ്. നല്ല ചബ്ബിയാന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇയാളെ കാണുന്നത് തന്നെ ഒരു കൗതുകം പോലെയാണ്. ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇയാളെ കാണുമ്പോൾ ചിരിയാണ് അവർക്ക് വരുന്നത്. ഇയാളൊരു ടെഡ്ഡി ബെയറിനെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം അഡോളസെന്റ് സ്റ്റേജിൽ എത്തിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. കാര്യം പെൺകുട്ടികളെ അങ്ങോട്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചിലെ വരെ ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ അഡോളസെന്റ് സ്റ്റേജിൽ എത്തിയപ്പോൾ ഇയാൾ മനസ്സിലാക്കി, പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതേസമയം ബാക്കിയുള്ള ഇപ്പം ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, ഇവർക്കൊക്കെ നല്ല ആരാധകരുണ്ട്. ഇവരോടൊക്കെ പെൺകുട്ടികൾ അങ്ങോട്ട് പോയി സംസാരിക്കുന്നു, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. അവരൊക്കെ നല്ല ഹൈറ്റ് ഉള്ളവരും നല്ല വെൽ ബിൽറ്റുമാണ്. തനിക്ക് പൊക്കമില്ല, തനിക്കാണെങ്കിൽ നല്ല തടിയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കണ്ട്. അപ്പൊ ഇയാൾ അതിനെ തടി കുറയ്ക്കാൻ ശ്രമിച്ചില്ല. പകരം ഇദ്ദേഹം തൻ്റെ മറ്റു കഴിവുകളെ മുമ്പോട്ട് കൊണ്ടുവരാൻ നോക്കി. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? ഇയാൾ ഇന്റലിജന്റ് ആണല്ലോ. അപ്പൊ ഇന്റലക്ട് വെച്ച് കളിക്കാൻ നോക്കി. ഇവരുടെയൊക്കെ കുറെ എന്താ പറയാ, സോഡിയാക് സയൻസ് ഒക്കെ വെച്ചിട്ട് ഇവരെ കുറിച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് വന്നിരിക്കും, സംസാരിക്കും, മണിക്കൂറുകളോളം സംസാരിക്കും, ഫോൺ ചെയ്യും, എല്ലാം ചെയ്യും. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം പോയിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ കുറെ കഴിയുമ്പോൾ ഇവർക്ക് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അവർ പറയും, അവർ വളരെ ക്യൂട്ടായിട്ട് അങ്ങോട്ട് പുള്ളിയെ റിജക്റ്റ് ചെയ്യും. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിഷമം. നേരെ പറയില്ല,
അദ്ദേഹം ചില പാറ്റേൺ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ചില പാറ്റേൺ വളരെ രസമാണ്. പെട്ടെന്ന് നോക്കിയിട്ട് അത് കാണുന്നില്ല. അപ്പൊ അവര് പറയുന്നത് വേറൊന്നുമില്ല, നിങ്ങൾ വളരെ ക്യൂട്ടൊക്കെയാണ്, പക്ഷേ എന്താ പറയാ, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടിരുന്നാൽ മതി, അത് സ്പോയിൽ ചെയ്യണ്ട. ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും, ഒരാൾ പോലും പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം കുറേ പേരുടെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്തു. അവരെല്ലാം ഒരേ പാറ്റേണിൽ ഇദ്ദേഹത്തെ പതുക്കെ അങ്ങോട്ട് പിന്നെ ഒഴിവാക്കി, റിജക്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് തന്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇയാൾ അതിനെക്കുറിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഇയാൾക്ക് 2 കാരണങ്ങളാണ് മനസ്സിലായത്. ഒന്നെങ്കിൽ തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പെൺകുട്ടികൾക്കില്ല, തന്നെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്കില്ല, ഇവർ സ്റ്റുപ്പിഡാണ്. രണ്ടാമത് പുള്ളി ഒരു കൺക്ലൂഷനിലെത്തി, ഇവർ ക്രൂവലാണ്, ഇവർക്ക് യാതൊരു സ്നേഹവുമില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തി. അപ്പൊ ഈ 2 കൺക്ലൂഷനിലും ഒരു പ്രത്യേകത അദ്ദേഹം ഇപ്പൊ പറയുന്നു. എന്താണ്? ഈ 2 കൺക്ലൂഷനിലും ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാനോ എന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനോ ശ്രമിച്ചിരുന്നില്ല. പകരം അവര് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു റിജക്ഷൻ നേരിടേണ്ടി വന്നിരുന്നത് എന്നാണ് അദ്ദേഹം എത്തിയ ഒരു കൺക്ലൂഷൻ. അദ്ദേഹം പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്, എനിക്ക് അവിടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് എഫർട്ട് ഇടാമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീടാണ് കണ്ടെത്തിയത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പക്ഷെ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. നമ്മൾ അത്രയും വിശദീകരിച്ച് ഇതിനകത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത്, വൺസ് യു ടേക്ക് എക്സ്ട്രീം അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ദെൻ എ പ്ലാൻ വിൽ എമർജ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ഒരു പ്ലാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അതായത് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് ശരിക്കും ഒരു പ്രശ്ന പരിഹാരം നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം പ്രശ്ന പരിഹാരം നമ്മളെ അകന്നു പോയിക്കൊണ്ടിരിക്കും. അതിന് പൊങ്ങി വരാൻ പറ്റില്ല. കാര്യം നമ്മൾ തന്നെ പറയാണ് മറ്റേ ആൾ കാരണമാണ്. അപ്പം നമ്മുടെ ശരിക്കുള്ള ഒരു പരിഹാരമുണ്ട്, ആ പരിഹാരം വരില്ല. നമ്മൾ ഒരിക്കൽ ഇറ്റ്സ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ എക്സ്ട്രീം ഓണർഷിപ്പ് എടുത്താൽ ആ നിമിഷം അത് പോപ്പപ്പ് ചെയ്യും, പതുക്കെ പൊങ്ങി വരും. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്നൊരു ആശയം പൊങ്ങി വരും. അദ്ദേഹം ഇവിടെ ഡേവിഡ് ഗോഗിൻസ് എന്ന് പറയുന്ന ഒരു നേവി സീലുണ്ട്. നേവി സീൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കമാൻഡോ ബ്രിഗേഡിൽ ഒന്നാണ് ഈ നേവി സീൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പിന്നീട് അതിന്റെ ഒരു സർവീസ് പീരീഡ് കഴിഞ്ഞാൽ ഇവരെല്ലാം മോട്ടിവേഷണൽ സ്പീക്കേഴ്സായി മാറും, മോട്ടിവേഷണൽ ട്രെയിനേഴ്സായി മാറും. അങ്ങനെ ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാര്, ഈ സീലിൽ നിന്ന് മാറിയ വിരമിച്ച പട്ടാളക്കാര് അമേരിക്കയിലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്നവരുമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെയിനിങ് ആണ്. നമ്മളെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ് ഈ നേവി സീൽ എന്ന് പറയുന്നത്. ഈവൻ എല്ലാ രാജ്യത്തെയും കമാൻഡോ ട്രെയിനിങ് അത്തരത്തിലൊരു ട്രെയിനിങ് ആണ്. അപ്പൊ ഈ ഡേവിഡ് ഗോഗിൻസ് എന്ന് പറയുന്ന ഒരു ആക്ച്വലി ഹീസ് എന്താ പറയാ, ക്രേസിയാണ്. അദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ഒരു വല്ലാത്ത ഫിലോസഫിയാണ് പുള്ളിക്കാരൻ്റെ, ഡേവിഡ് ഗോഗിൻസ്. അദ്ദേഹം ഒരു ബ്ലാക്ക് ആണ്. അപ്പൊ ഇദ്ദേഹം നേവി സീലിൽ ഉയർന്ന ഒരു റാങ്കുള്ള ഒരു ഓഫീസറായിരുന്നു. ഇപ്പോ ഇദ്ദേഹത്തിന്റെ ചില ഫിലോസഫി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് ഇദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് സെല്ലർ ഉണ്ട്, കാൺ ഹർട്ട് മീ. നത്തിങ് ഹർട്ട് മീ എന്നായിരിക്കും അത്, അല്ലെങ്കിൽ നത്തിങ് ക്യാൻ ഹർട്ട് മീ എന്നുള്ളതായിരിക്കും അദ്ദേഹം കാൺ ഹർട്ട് മീ. ലോകത്ത് ഒന്നിനും തന്നെ ഹർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. കാര്യം ലോകത്തിൽ ബാക്കി എല്ലാത്തിനും അദ്ദേഹം മാറ്റി നിർത്തിയിട്ട് ആ എക്സ്ട്രീം ഓണർഷിപ്പ് എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒന്നിനെയും ബ്ലെയിം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ പശ്ചാത്തലമേ അദ്ദേഹം പറയുന്നില്ല. പകരം ഒരുപാട് പരാജയങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ ഒരു 20, 25, 26 വരെ 30, 30 അടുപ്പിച്ച് വരെ അദ്ദേഹം ഒരു ലൂസറായിരുന്നു. ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ലൂസറായിരുന്നു പുള്ളി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചേഞ്ച് ചെയ്യണം, തലയ്ക്കുള്ളിൽ ഒരു പ്രകാശം, മിന്നലടിച്ചു. അദ്ദേഹത്തിന് എവിടെയോ ഒരു മിന്നലടിച്ചിട്ട്
എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് മാറണം, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം നേവിയിൽ സീലായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അവിടെ അങ്ങനെയാണ്. ഇവിടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആർമിയിൽ നിന്ന് തന്നെയാണ്, ഡെപ്യൂട്ടേഷനിലാണ് കമാൻഡ് ഓഫ് പോകുന്നത്. അവിടെ അങ്ങനെയല്ല, അവിടെ നമുക്ക് നേരിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് ചേരാം. അപ്പോൾ ഈ നേവി സീലായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എല്ലാവരും പരിഹസിക്കുകയൊക്കെ ചെയ്തു ഡേവിഡ് ഗോഗിൻസിനെ. പക്ഷെ പിന്നീട് ഗോഗിൻസിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതും രണ്ടാമത്തേതായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം അതുവരെ 10-25 വയസ്സ് വരെ ജീവിച്ച 26 വയസ്സിലാണ് പുള്ളി മാറിയത്. 26 വയസ്സ് വരെ ജീവിച്ച ഗോഗിൻസെ അല്ല 26 ശേഷം മനുഷ്യർ കാണുന്നത്. ആ മനുഷ്യൻ അത്ര കണ്ട് ചേഞ്ച് ആയിപ്പോയി. അതിന്റെ ഒരു സ്റ്റോറിയാണ് കാൺ ഹർട്ട് മീ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അദ്ദേഹം ഉപയോഗിച്ച ഒരു ടെക്നിക്ക് ഇതാണ്. ഈ എക്സ്ട്രീം ഓണർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ പിഴവുകളുടെ, കഴിഞ്ഞ കാലത്ത് നമുക്ക് സംഭവിച്ച പിഴവുകളുടെ ഓണർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു മെത്തേഡ് ഉണ്ട്. അതിനെ BTAR മിറർ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ BTAR മിറർ മെത്തേഡ്? ബ്രൂട്ടൽ ട്രൂത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി മിറർ. ഇതാണ് ആ മെത്തേഡ്, ബ്രൂട്ടൽ ട്രൂത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി മിറർ. അതായത് നമ്മൾ ഒരു കണ്ണാടി മനസ്സിൽ കാണുക. ആ കണ്ണാടി മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ കൊണ്ട് വെക്കുക. ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു A or X or Y or Z, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഈ കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുക. നമുക്കറിയാവുന്ന ഒരാളെ മതി. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ മനസ്സിൽ കാണേണ്ടതാ. ഇത് ഒരു ചിന്താ പരീക്ഷണമാണ്. അപ്പൊ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യന്റെ പ്ലസും മൈനസും, കണ്ണാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മൾ പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമ്മുടെ നല്ല ഫീച്ചേഴ്സ് മാത്രമാണോ കണ്ണാടി പ്രൊജക്ട് ചെയ്യുന്നത്? അല്ല, നമ്മുടെ നല്ല ഫീച്ചേഴ്സും നമ്മുടെ മോശം ഫീച്ചേഴ്സും ഒരു ബയാസും ഇല്ലാണ്ട് അത് പറഞ്ഞു തരും. അതുകൊണ്ടാണ് പണ്ട് പറയണത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന്. ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് വശവും നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മുടെ സുഹൃത്ത്. അപ്പൊ അതുപോലെ ഒരു കണ്ണാടി മനസ്സിൽ കണ്ടിട്ട് അവിടെ ഒരു മനുഷ്യനെ കൊണ്ട് പ്ലേസ് ചെയ്യുക. നമുക്ക് ആ മനുഷ്യന്റെ രണ്ട് പ്ലസും മൈനസും അറിയാനും സാധിക്കും, അറിഞ്ഞിരിക്കുകയും വേണം. എന്നിട്ട് ആ മനുഷ്യനെ എങ്ങനെയാണ് ആ കണ്ണാടി ആ മനുഷ്യനെ അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ മനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് നമ്മുടെ ചേതൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മനീഷിനെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാളാണ്, നമുക്കറിയില്ല, പക്ഷെ ചേതൻ അറിയാം. എന്നിട്ട് ചേതൻ കണ്ണാടി ആയിട്ട് ഈ മനീഷിനെ മനീഷിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം, മനീഷ് ഈസ് ഒബീസ്, ഹി നീഡ്സ് ടു ലൂസ് 10 kgs, ബട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. മനീഷ് ഒബീസാണ്, 10 കിലോ അധികമാണ്, പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് ബോധേഡല്ല. ഒന്ന്, മനീഷ് ഈസ് ആങ്ഷ്യസ് അബൌട്ട് ഹിസ് കരിയർ, ഹി ഫീൽസ് ഹി കുഡ് ബി ലെയ്ഡ് ഓഫ്, ഹവർ ഹി ഹാസ് മെയ്ഡ് നോ ബാക്കപ്പ് പ്ലാൻസ്. അദ്ദേഹം ബാക്കപ്പ് പ്ലാനുകളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനീഷിന് അറിയാം. മനീഷ് ഈസ് ഇഗ്നോറിംഗ് ഹിസ് ഫ്രണ്ട്സ്, മനീഷ് ഈസ് ഇഗ്നോറിംഗ് ഹിസ് പേരൻസ്, ഈവൻ ദോ ഹി നോസ് ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ചും ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം, നോളജ് ഉണ്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ പേരൻസിനെയും തൻ്റെ ബന്ധുക്കളെയും തൻ്റെ സുഹൃത്തുക്കളെയും ഇഗ്നോർ ചെയ്യുന്നു, അത് വേണ്ടത്ര നർച്ചർ ചെയ്യുന്നില്ല. മനീഷ് ഹാസ് നോട്ട് ഇൻവെസ്റ്റഡ് ഹിസ് മണി പ്രോപ്പർലി, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സേവിങ്ങും ഇൻവെസ്റ്റിങ്ങും രണ്ടും രണ്ടാണ്. He doesn't have a clear idea of where and how his money is kept. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫിനാൻസ് മാനേജ്മെന്റ് വളരെ മോശമാണ്. എവിടുന്ന് വരുന്നു, എത്ര സേവ് ചെയ്യുന്നു, എത്ര പോകുന്നു, എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ യാതൊരു അച്ചടക്കവും അദ്ദേഹത്തിനില്ല. മനീഷ് ഹാസ് ഓൺലി ഗോൺ ടു ജിം ട്വൈസ് ഇൻ ദ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം 2 ദിവസമാണ് മനീഷ് ജിമ്മിൽ പോയത്. ഇങ്ങനെ ഒരു 4-5 പോയിന്റ് ചേതൻ മനസ്സിൽ കണ്ടു. നമ്മൾ മനസ്സിൽ കാണാം അങ്ങനെ ഒരാളെ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയാണോ നമ്മളെയാണോ? നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ ഫ്രണ്ട്സിനേക്കാൾ നമ്മളെയാണ്. ആദ്യം നമ്മളൊരു ഫ്രണ്ടിനെ ഇങ്ങനെ ഈ രീതിയിൽ അനലൈസ് ചെയ്ത്, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ മിററിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ ആ ഫ്രണ്ടിനെ പതുക്കെ മാറ്റുക. എന്നിട്ട് അവിടേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുക. ആദ്യം ഒരു ഫ്രണ്ടിനെ നമ്മൾ റൂത്ത്ലെസ് ആയിട്ട് എന്ത് ചെയ്തു? റൂത്ത്ലെസ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. അയാളുടെ മുഴുവൻ ഷോർട്ട് കമ്മിങ്സ് നമ്മൾ പറഞ്ഞു. ഒരു 4-5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ കണ്ടെത്തി. ഇനി
അത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി അയാളെ അങ്ങോട്ട് മാറ്റാം. ആ ഫ്രണ്ടിനെ മാറ്റുന്നു. ഞാൻ എന്നെ തന്നെ ആ കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു. നിർത്തിയിട്ട് ഈ എന്തൊക്കെയാണോ മനീഷിന് അപ്ലിക്കബിൾ ആയിരുന്നത് അതിലേട്ടൊക്കെ ഞാൻ അവിടെയൊക്കെ ഈ സ്കാനിങ് കൊണ്ടുവരികയാണ്. ഒന്ന്, മനീഷിൻ്റെ ആരോഗ്യം. മനീഷ് ഫാറ്റ് ആണെന്നാണ് ഞാൻ ആദ്യം. എൻ്റെ ആരോഗ്യം എന്താണ്, എൻ്റെ ബോഡി എങ്ങനെയാണ്, എന്നെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്, വളരെ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് എന്നോട് ചെയ്യുക. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം സ്കാനിങ് നടത്തുന്നു. എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, അത് ഞാൻ നോട്ട് ചെയ്യുന്നു. ഒരു ബയാസും ഇല്ല. മനീഷ് ഈസ് ആങ്ഷ്യസ് അബൌട്ട് ഹിസ് കരിയർ. വാട്ട് അബൌട്ട് മൈ കരിയർ? എൻ്റെ കരിയറിനെ കുറിച്ച് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, എനിക്ക് എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻസ് ഉണ്ടോ, എൻ്റെ കരിയർ ഫ്യൂച്ചർ എന്താണ്, അത് ഒരു മടിയും കൂടാതെ എഴുതാം. അതിനകത്ത് പിന്നെ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ആ കാര്യം ഇത് ആരെയും കാണിക്കാനുള്ളതല്ല, നമ്മൾ മാത്രം കാണാനുള്ളതാണ്. മനീഷ് ഈസ് ഇഗ്നോറിങ് ഹിസ് റിലേഷൻസ്. വാട്ട് അബൌട്ട് മൈ റിലേഷൻസ്? എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ എങ്ങനെയാണ് നർച്ചർ ചെയ്യുന്നത്? ഞാൻ അവരെ വിളിക്കാറുണ്ടോ, ഞാൻ അവരെ കാണാറുണ്ടോ, ഞാൻ അവരോട് ടച്ച് ആണോ, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ, ഞാൻ അവരെ ഓർക്കാറുണ്ടോ, അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കാറുണ്ടോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ടോ? മനീഷിൻ്റെ മനീഷിൻ്റെ ഫിനാൻസ് പോലെ നമ്മുടെ ഫിനാൻസിൻ്റെ അവസ്ഥ എന്താണ്? മനീഷ് ജിമ്മിൽ പോകുന്നില്ല, എൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഈ രീതി മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്, സ്വയം ജഡ്ജ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം അയാളെ ജഡ്ജ് ചെയ്ത് പഠിച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമുക്ക് നേരെയാണ് നമ്മൾ ഈ മിറർ തിരിച്ചു പിടിക്കേണ്ടത്. മറ്റേയാളെ പഠിച്ചതിന് ശേഷം നമ്മളിലേക്ക് ആ മിറർ തിരിച്ചു പിടിക്കുന്നു. ഇതാണ് ഈ BTAR മെത്തേഡ്, മിറർ മെത്തേഡ്, അല്ലെങ്കിൽ ബ്രൂട്ടൽ ട്രൂത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി മിറർ. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ടേക്കിംഗ് എക്സ്ട്രീം ഓണർഷിപ്പ് ഫോർ മൈ ആക്ഷൻസ്. ഇങ്ങനെ നമ്മുടെ എക്സ്ട്രീം ഓണർഷിപ്പ് എടുക്കണമെങ്കിൽ ഈ രീതിയിൽ എന്നെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് കാണണം. അതിനുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ മിറർ വെറുതെ ഒന്നും വരില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്യണം. അത് അങ്ങനെ ഫോക്കസ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ ഷോർട്ട് കമ്മിങ്സ് കണ്ടെത്താൻ പറ്റൂ. കണ്ടെത്തി കഴിഞ്ഞാൽ ടേക്ക് എക്സ്ട്രീം ഓണർഷിപ്പ്. ഇവിടെ ഡേവിഡ് ഗോഗിൻസിൻ്റെ ചില ഫിലോസഫി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഡേവിഡ് ഗോഗിൻസ് എന്ന് പറയുന്നത് ചേതന് വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. ചേതൻ അയാളിൽ നിന്നാണ് ഒരുപാട് ഫിലോസഫി അഡോപ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഗോഗിൻസ് പറയുന്ന ഒരു കാര്യം, ഗോഗിൻസ് എങ്ങനെയാണ് തൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തതെന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫി എന്ന് പറഞ്ഞാൽ, ഐ നെവർ സെറ്റ് എ ഗോൾ ഐ ക്യാൻ റീച്ച്. നിങ്ങൾ ഗോഗിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ രഹസ്യം എന്താണ്, നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഗോഗിൻസ് പറയും, ഐ നെവർ സെറ്റ് എ ഗോൾ ഐ ക്യാൻ റീച്ച്. എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്യുകയില്ല. എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഗോളേ അല്ല എന്നാ പുള്ളി പറയുന്നത്. എങ്ങനെയുണ്ട്? നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്? അത് സ്മാർട്ട് എന്നുള്ള ഒരു വേർഡിലാണ് നമ്മൾ അതിന്റെ രഹസ്യം. അതായത് ആദ്യം എസ് ആണ് വരുന്നത്. എസ്സിൽ നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ട് അതിനകത്ത് എ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ ആയിരിക്കണം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അച്ചീവബിൾ ആയിട്ടുള്ള ഗോളെ സെറ്റ് ചെയ്യാവുള്ളൂ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളെ സെറ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. മെൻ്റലി നമ്മൾ കൂടുതൽ വീക്കായി പോകും, ഡൗൺ ആയി പോകും. ഇതൊക്കെ പക്ഷേ സാധാരണ അവസ്ഥയിൽ കൊള്ളാവുന്ന നിയമങ്ങളാണ്. സാധാരണ അവസ്ഥയിൽ ഇരുന്നാൽ പോരാ നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ. അസാധാരണമായ ഒരു അവസ്ഥയും കൂടെ നമുക്കുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. സാധാരണ ഒരു അവസ്ഥയെ നമുക്ക് സിംഹവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സാധാരണ ഒരു അവസ്ഥയിൽ സിംഹം പോയിട്ട് ഒരു ചെറിയ പട്ടി വന്നാൽ പോലും നമ്മൾ എണീറ്റ് ഓടും. അസാധാരണമായ അവസ്ഥയിൽ പട്ടിയെന്നല്ല സിംഹം വന്നാലും നമ്മൾ പോരാടും. സംശയം ഉണ്ടെങ്കിൽ വാർത്തകളിലേക്ക് നോക്കൂ. മധ്യപ്രദേശിൽ ഒരു വീടിൻ്റെ മുറ്റത്ത്, മധ്യപ്രദേശ് കാടിനോട് ചേർന്നൊരു ഗ്രാമത്തിൽ വീടിൻ്റെ മുറ്റത്ത് ഒരു കുഞ്ഞിരുന്ന് കളിക്കുന്നു. തൊട്ടിപ്പുറത്തൊരു അമ്മ ഇരുന്നിട്ട് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സിംഹം, ഒരു പെൺസിംഹം അവിടേക്ക് വന്നിട്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ആക്രമിച്ച് അതിനെ കടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് അവിടെ ഇരുന്ന് ജോലി എടുത്തുകൊണ്ടിരുന്ന അമ്മ മറ്റൊരു സിംഹത്തെ പോലെ ഒന്നും നോക്കാതെ കയ്യിൽ കിട്ടിയ വിറകുകൊള്ളിയുമായിട്ട് ഈ സിംഹത്തെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്.
സിംഹം പകച്ചുപോയി. ഇങ്ങനൊരു ആക്രമണം, അങ്ങനൊരു കടന്നുകയറ്റം അത് പ്രതീക്ഷിച്ചില്ല. ഈ ഒരു മടിയും കൂടാതെ ഈ സ്ത്രീ കയ്യിൽ കിട്ടിയ ഒരു വിറക് കൊള്ളിയുമായിട്ട് ഈ സിംഹവുമായിട്ട് ഏറ്റുമുട്ടി അതിനെ നന്നായിട്ട് പ്രഹരിച്ചു. അവസാനം ഈ അമ്മയുടെ ആക്രമണം തടുത്തു നിർത്താൻ സാധിക്കാണ്ട് ഈ സിംഹം കുഞ്ഞിനെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. തിരിച്ച് ഓടി കാട്ടിലേക്ക് മറഞ്ഞു. ഇത് ചുറ്റും നിന്നവരൊക്കെ അപ്പോഴത്തേക്ക് ഓടി എത്തിയപ്പോഴത്തേക്കും ഈ അമ്മ കുഞ്ഞിനെ രക്ഷിച്ചിരുന്നു. എന്നിട്ട് പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി? നിങ്ങളൊരു സാധാരണ വീട്ടമ്മ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിംഹത്തോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം കിട്ടിയത്? എനിക്കറിയില്ല. ആ അമ്മയ്ക്ക് അറിയില്ല എന്ന്. എനിക്ക് ആ സമയത്ത് ഒരിക്കലും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ആ സമയത്ത് എൻ്റെ ജീവനെക്കുറിച്ചോ വരും വരായികളെ കുറിച്ചോ ഭവിഷ്യത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കെ ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അത്രമാത്രം എനിക്കറിയൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരിക്കും. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനർത്ഥം ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിംഹമല്ല, അവിടെ ഇനി എത്ര വലിയ ജീവി വന്നാലും ഒരു വിഷയമല്ല. ഫിയർ പോയി. അസാധാരണമായ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും. അപ്പൊ ഇതെല്ലാവരിലും ഈ അസാധാരണമായ ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഓർത്തെടുത്തത്, കോട്ട് ചെയ്തത്. അതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഗോഗിൻസ് ജീവിക്കുന്നത്. ഗോഗിൻസ് വെറുതെ സിംഹമൊക്കെ വരുമ്പോഴല്ല, ഗോഗിൻസ് സാധാരണ ജീവിക്കുന്നത് ഇതുപോലെ ഒരു അസാധാരണമായ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഗോഗിൻസ് പറയുന്നത്, ഐ നെവർ സെറ്റ് എ ഗോൾ ഐ ക്യാൻ റീച്ച്. ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യുന്ന ഗോള് എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത്ര ഹൈറ്റിലേ ഞാൻ സെറ്റ് ചെയ്യൂ, എന്നിട്ട് ഞാനത് റീച്ച് ചെയ്യും. പുള്ളി വെറുതെ പറയുന്നതല്ല, അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ പുള്ളിക്കാരൻ നേവി സീലായിട്ട് കയറിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ അഡ്മിറ്റ് ചെയ്യാം. കാര്യം ഇന്റർവ്യൂ ഒക്കെ ഇയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. അവർ പറഞ്ഞു, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ 100 പൗണ്ട് കുറയ്ക്കണം. 3 മാസത്തെ ടൈം തരാം, 100 പൗണ്ട് കുറയ്ക്കണം. എത്രയായി 100 പൗണ്ട് എന്ന് പറയാമോ? അത് കിലോഗ്രാമിലേക്ക് ആക്കിയാൽ 45 കിലോ. 90 ദിവസം കൊണ്ട് 45 കിലോ കുറച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് പുള്ളി കൃത്യമായിട്ട് ചെയ്തു കളഞ്ഞു. 90 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ആളെ മനസ്സിലായില്ല. ആദ്യത്തെ ആ ഫോട്ടോ ഉണ്ട്, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഫോട്ടോ കിട്ടും. ആദ്യത്തെ ഫോട്ടോയും രണ്ടാമത്തെ ഫോട്ടോയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പുള്ളി അത്രയും ചേഞ്ച് ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ അവിടെ അതിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഫിലോസഫി ഡിറൈവ് ചെയ്യുന്നത്. ഐ നെവർ സെറ്റ് എ ഗോൾ ഐ ക്യാൻ റീച്ച്. കാര്യം അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല തനിക്കൊരു 5 കിലോ 1 കിലോ കുറയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. നമ്മൾ ഒന്നോ രണ്ടോ കിലോ കുറച്ചെടുക്കാൻ നമ്മൾ എത്രമാത്രം സൂക്ഷിച്ച് അവെയറായിട്ട് ജീവിക്കണം എന്നറിയാം. എത്രമാത്രം വിൽ പവർ നമുക്ക് വേണമെന്നറിയാം. കാർബ് കുറയ്ക്കാനും കലോറി കുറയ്ക്കാനും എന്നാൽ മറ്റുള്ളതൊക്കെ കഴിക്കാനും ഒക്കെ നല്ല അവയർനെസ് വേണം, നല്ല വിൽ പവർ വേണം. എന്നാൽ മാത്രമേ നമുക്ക് 1 കിലോ അല്ലെ 2 കിലോ കുറയ്ക്കാൻ പറ്റൂ. ഇവിടെ 45 കിലോ ആണ് അദ്ദേഹം 90 ദിവസം കൊണ്ട് കുറച്ചത്. പിന്നീട് അദ്ദേഹം ഓടുന്നുണ്ട്, 100 മൈൽ ഓടുന്നുണ്ട്. അൾട്രാ മാരത്തോൺ അദ്ദേഹം ഓടിയത്. അതായത് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹത്തെ ഡെപ്യൂട്ടേഷൻ അവിടെ അദ്ദേഹം പോകേണ്ടി വന്നു. അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന 12 പേര് മരിച്ചു, 12 കമാൻഡോസ് മരിച്ചു. ഇയാള് രക്ഷപ്പെട്ടു. എന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഈ മരിച്ചുപോയ 12 കമാൻഡോസിന്റെയും ഫാമിലീസിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അൾട്രാ മാരത്തോൺ ഓടി. അതും ഡെത്ത് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയൊക്കെയാണ് അയാൾ ഓടുന്നത്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ്. 70 കിലോമീറ്റർ ആയപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അത് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, ശരീരത്തിൽ നിന്ന് രക്തം പോയി എന്ന് പറയണത്. രോമകൂപങ്ങളിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങിയെന്ന് 70 കിലോമീറ്റർ ആയപ്പോൾ. എന്നിട്ടും അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണത്തിന്റെ തൊട്ട് വക്കിലെത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലിലെ എല്ലുകൾ ദ്രവിച്ചു പോയി ഈ ഓട്ടം കാരണം. എല്ലുകൾ തകർന്നു പോയി. തകർന്ന എല്ലും വെച്ച് അയാൾ ഓടി. 70 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇല്ല പിന്നെ. പക്ഷെ 100 കിലോമീറ്ററും മാരത്തോൺ ഓടി. അതാ പറഞ്ഞത്, ഐ നെവർ സെറ്റ് എ ഗോൾ ഐ ക്യാൻ റീച്ച്. രണ്ടാമത്തെ പുള്ളിയുടെ ഒരു തിയറി ഉണ്ട്. യു ആർ ഇൻ ഡേഞ്ചർ ഓഫ് ലിവിങ് എ ലൈഫ് സോ കംഫർട്ടബിൾ ആൻഡ് സോഫ്റ്റ് ദാറ്റ് യു വിൽ ഡൈ വിതൗട്ട് എവർ റിയലൈസിങ് യുവർ ട്രൂ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരേ ഒരു അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജീവിച്ചിരിക്കാൻ നമുക്ക് സംഭവിക്കാവുന്ന ട്രാജഡികളോ അപകടമോ അല്ല ശരിക്കുള്ള അപകടം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരേ ഒരു അപകടം നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെ നിങ്ങൾ മരിച്ചു പോവുക എന്നുള്ളതാണ്. മരണസമയത്തെ റിഗ്രറ്റുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കൺഫെഷൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അതൊരു നേഴ്സ്, പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന, ഓസ്ട്രേലിയയിൽ പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ഒരു നേഴ്സ് എഴുതിയ പുസ്തകമാണത്. അപ്പൊ ഇവർ ഒരുപാട് മരണസമയം എടുത്ത ഒരുപാട് രോഗികളെ പരിചരിച്ചിട്ടുണ്ട്, ഇവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ റിഗ്രറ്റ് എന്താണ്?
നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ കോമൺ ആയിട്ടുള്ള മറുപടികൾ അവർ സംഗ്രഹിച്ചെഴുതിയതാണ് ആ പുസ്തകം. അപ്പം എല്ലാവരും പറഞ്ഞ ഒരു മറുപടിയാണ്, ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ എത്തിയില്ല, ഇതാണ് എൻ്റെ റിഗ്രറ്റ്. ലൈഫ് തീരാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു, പക്ഷേ എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ എത്താൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? റീസൺസ് ആർ മെനി. പല പല റീസൺസ് ഉണ്ട്. ചിലർക്ക് ഒരുപക്ഷെ ഫാമിലി കാരണം പറ്റിയില്ല. ചിലർക്ക് എനിക്ക് കടം ഉണ്ടായിരുന്നു, കടം വീട്ടാൻ വേണ്ടി ഞാൻ ജോലി എടുക്കേണ്ടി വന്നു, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഒരുപാട് റീസൺസ് ഉണ്ട്. ചിലർക്ക് റീസൺസ് തന്നെ ഓർമ്മയില്ല. അത് എന്തിപ്പോൾ പറ്റാതിരുന്നൊക്കെ അവർ ആലോചിക്കും. പക്ഷെ പറ്റിയില്ല, അതാണ് അൾട്ടിമേറ്റ്ലി ചെയ്യാം. 100 എക്സ്ക്യൂസ് ആ സമയം നമ്മൾ കണ്ടുപിടിക്കും. അവസാനം ഇത് പോകേണ്ട സമയമാകുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവും. ആ റിഗ്രറ്റിൽ ഫസ്റ്റ് റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്തില്ല. അച്ചീവ് ചെയ്തവർക്ക് പോലും ചിലപ്പം ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നൊരു തോന്നലാണ് ബാക്കി നിൽക്കുക. അപ്പോൾ അച്ചീവ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് എന്തായിരിക്കും അവസ്ഥ? പിന്നെ പോരെങ്കിൽ ഈ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് നമുക്ക് ചില വിഷൻസ് ഒക്കെ ഉണ്ടാകും. അതിലൊരു വിഷൻ നമ്മുടെ പാസ്റ്റ് ലൈഫ് മുഴുവൻ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിന് സയൻറ്റിഫിക്കലി തന്നെ അതിനൊരു വിശദീകരണമുണ്ട്. തലയിലെ ഓക്സിജൻ കുറയുമ്പോൾ തലച്ചോറ് മാക്സിമത്തിൽ വർക്ക് ചെയ്യും. ആ മാക്സിമത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഓർമ്മകൾ പുറത്തേക്ക് വരുന്നതാണ് സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. സ്പിരിച്വൽ ആയിട്ട് അതിന് വേറെ എക്സ്പ്ലനേഷനാണ്. എന്താണ്? നിങ്ങളുടെ ജീവിതത്തെ മൊത്തം കണക്കെടുപ്പാണത്. ഏത് രീതിയിൽ എടുത്താലും അനുഭവം നമുക്കൊന്നു തന്നെ. ഇനിയിപ്പോൾ സ്പിരിച്വൽ ആയിട്ട് എടുത്താലും സയൻറ്റിഫിക് ആയിട്ട് എടുത്താലും ഓർമ്മകൾ വരും. ആ ഓർമ്മകളിൽ റിഗ്രറ്റ് ആണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ റിഗ്രറ്റോട് കൂടി നമുക്ക് പോകാൻ പറ്റും. ആ ഓർമ്മകളിൽ ഗ്രാറ്റിറ്റ്യൂഡാണ് ഉള്ളതെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് പോകാം. ഓർമ്മകൾ വരും എന്നുള്ളത് ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുത്താൽ ആ സമയത്ത് നമുക്ക് നൃത്തം ചെയ്തു പോകാം. എക്സ്ട്രീം പീസാണ് കേട്ടോ വേറൊരു മരണാനുഭവം. പേടിക്കൊന്നും വേണ്ട ആരും. എക്സ്ട്രീം പീസ്, അവരൊരു വലിയ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് പിന്നീട് വരുന്നത്. അതിനൊക്കെ സയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പോട്ടെ, അതൊന്നും വിഷയമല്ല നമ്മുടെ. അപ്പം അദ്ദേഹം പറയുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നില്ല. അങ്ങനെ അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് നൃത്തം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലൂടെ കടന്നു പോകാം എന്നാണ് പറയുന്നത്. ഫിയർ ഈസ് മൈ അൾട്ടിമേറ്റ് ഗൈഡ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് പേടിയില്ലേ? പേടിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റു, നിങ്ങൾ തീർന്നു, നിങ്ങളുടെ ലൈഫ് പോയി എന്ന് അദ്ദേഹം പറയുന്നത്. പേടി വേണം. പേടി നെഗറ്റീവ് പേടിയുണ്ട്, പോസിറ്റീവ് പേടിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഗോഗിൻസിന്റെ അഭിപ്രായത്തിൽ 2 തരം പേടിയുണ്ട്. നെഗറ്റീവ് പേടി എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫെയില്യൂർ, പരാജയപ്പെടും എന്നുള്ള ഫിയർ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫിയർ. അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് അൺനോൺ. ഇങ്ങനെ കുറേ ഫിയറുകൾക്കുള്ളിൽ ഈ ഫിയർ ഒക്കെ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരൊറ്റ ഫിയറേ ഉള്ളൂ. നമ്മൾ എന്താണ്, നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയോ, അതിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മളെ കഴിവ് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സെൽഫ് കെയർ, സെൽഫ് ലവ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അതിനുവേണ്ടി ടൈം മാറ്റി വെച്ചിട്ടുണ്ടോ? മാറ്റി വെച്ചില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ലൈഫ് കണക്കിലെടുക്കുന്ന ഒരേ ഒരു ഫിയർ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാണ്ട് ലൈഫ് ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യില്ല. ലൈഫ് ഒരിക്കലും നമ്മളെ അൺനോണിനെ ഫിയർ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ഒന്നും പറയില്ല. ഇതല്ല ലൈഫ് ഉദ്ദേശിക്കുന്നത്. ലൈഫിന് സീരിയസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ സെൽഫ് കെയറും സെൽഫ് ലവും പ്രാക്ടീസ് ചെയ്യാതെ നമ്മളെ നെഗ്ലക്റ്റ് ചെയ്തു. പ്രപഞ്ചം തന്ന കഴിവുകളെ ഉപയോഗപ്പെടുത്താതെ നമ്മൾ കടന്നുപോയി. അതായത് ഒരു പക്ഷിക്ക് പാടാൻ സാധിക്കുന്നു, അതിന് കൂടുണ്ടാക്കാൻ സാധിക്കുന്നു. ഇതൊന്നും അത് ചെയ്യുന്നില്ലെങ്കിൽ ആ പക്ഷി വാസ്തവത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത് പറന്നിട്ടില്ല, അത് പാടിയിട്ടില്ല, അത് കൂടുണ്ടാക്കിയിട്ടില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ഹിമാലയത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന കഴുകൻ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ വലിയ ഒരു ജയന്റ് ആയിട്ടുള്ള ഒരു കഴുകൻ. ഈ കഴുകൻ ഹിമാലയൻ കഴുകനാണ് അത്രേ. ഇതിന്റെ ചിറക് കണ്ടാൽ തന്നെ വലിയ മുറം പോലെയുള്ള ചിറകാണ്. പക്ഷെ അതിന് ഒരിക്കൽ പോലും ആ ചിറക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും അതിന് പറക്കേണ്ടി വന്നിട്ടില്ല. അത് ഫുൾ ടൈം ഒരു ചെറിയ കേജിനുള്ളിലാണ്. അതിന് കൃത്യമായ ഫുഡ് കിട്ടും. ഒന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ അതെന്തൊരു ലൈഫാണ്. അതിന് പറക്കാൻ സാധിക്കുന്നില്ല, അതിന് കൂടുണ്ടാക്കാൻ സാധിക്കുന്നില്ല. അത് കൂടുണ്ടാക്കുന്നത് എവിടെയാ? മലയുടെ ഏറ്റവും മുകളിലാണ് അത് കൂടുണ്ടാക്കുന്നത്. അതിന് കൂടുണ്ടാക്കാൻ സാധിക്കുന്നില്ല, പറക്കാൻ സാധിക്കുന്നില്ല, അതിന് ഇര തേടാൻ സാധിക്കുന്നില്ല.
ഈ കഴുകനൊക്കെ ഇര തേടുന്നതും ഇര പിടിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളൊക്കെ അതൊക്കെയാണ് അവരുടെ ലൈഫ് അവിടെയാണ് ത്രോബ് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതെ അത് ജീവിച്ച് മരിക്കുകയാണ്. 10-20 വർഷം അതിന്റെ ആയുസ്സുണ്ട്. ഈ 20 കൊല്ലവും തിരുവനന്തപുരം മൃഗശാലയിലാണ് അതിരിക്കുന്നത്. മ്യൂസിയത്തിലുള്ള അടുത്തുള്ള മൃഗശാലയിലാണ് അതിരിക്കുന്നത്. ശരിക്കും ഇരിക്കേണ്ടിയിരുന്നത് ഹിമാലയൻ കഴുകനാണത്. അപ്പൊ ഇതിപ്പം ഹിമാലയൻ കഴുകനെ നമ്മൾ അവിടെ പിടിച്ചോണ്ടിട്ടു. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളും ഇതുപോലെയാണ്. നമ്മുടെ ചിറകുകൾ വിടർത്തുന്നില്ല, നമ്മൾ ഉയരങ്ങളിൽ ഉയർന്ന് പറക്കുന്നില്ല, ഇര പിടിക്കുന്നില്ല, കൂടുണ്ടാക്കുന്നില്ല. അതായത് മേഘങ്ങൾക്കും മുകളിലാണ് അത് കൂട് വയ്ക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് ജീവിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ലെവലിലാണ്. ഈ രീതിയിൽ മനുഷ്യനും പറ്റാറുണ്ട്. നമ്മളെ പുറത്തുനിന്ന് ആരുമല്ല കേജിലാക്കിയിരിക്കുന്നത്, നമ്മുടെ തന്നെ സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷന്റെ കേജിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ കൂടുണ്ടാക്കേണ്ടിയിരുന്നത് മേഘങ്ങൾക്ക് മുകളിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണിലാണ്. ഒരു പെരിച്ചാഴിയെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മേഘങ്ങൾക്ക് മുകളിൽ ചിറക് വിരിച്ച് പറക്കേണ്ട ലൈഫാണ് നമ്മളിപ്പോൾ പെരിച്ചാഴിയെ പോലെ ജീവിച്ച് തീർക്കുന്നത്. കോംപ്രമൈസ്ഡ് ലൈഫ്, യാതൊരു റിബല്യനും ഇല്ലാതെ മുഴുവൻ കോംപ്രമൈസ്, ഫുൾ കോംപ്രമൈസ്, എല്ലാവരോടും കോംപ്രമൈസ് ചെയ്ത്, എല്ലാ കംഫർട്ടുകളോടും കോംപ്രമൈസ് ചെയ്തുള്ള ലൈഫ്. അതിനെയാണ് നിങ്ങൾ ഫിയർ ചെയ്യേണ്ടത്. അതിനോടാണ് നിങ്ങൾ റിബല്യൻ കാണിക്കേണ്ടത്, റിബല്യസ് ആവേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള റിബല്യൻ എന്നാണ് ഗോഗിൻസ് പറയുന്നത്. ഫിയർ ഈസ് മൈ അൾട്ടിമേറ്റ് ഗൈഡ്. വെൻ യു തിങ്ക് ദാറ്റ് യു ആർ ഡൺ, ഞാൻ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, യു ആർ ഓൺലി 40% ഇൻ ടു വാട്ട് യുവർ കേപ്പബിലിറ്റി ഓഫ് ഡൂയിങ്. അദ്ദേഹം പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ അത് വെറും 40% മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇച്ചിരി എക്സ്ട്രീം കേസാണ് കേട്ടോ. ഗോഗിൻസിന്റെ ഇച്ചിരി എക്സ്ട്രീം കേസാ. 40% എന്നല്ല, നമ്മളൊരു 80% ചെയ്തിട്ടായിരിക്കും നമ്മൾ മുഴുവൻ ചെയ്തു എന്ന് വിചാരിക്കുന്നത്. ഇദ്ദേഹം പക്ഷെ ഒരു ക്രേസി ആയതുകൊണ്ടാണ് അതിനെ വീണ്ടും കുറച്ച് 40 ആക്കി കളഞ്ഞു. പിന്നെ 60 ബാക്കി കിടക്കുക. അതായത് ആലോചിച്ച് നോക്കൂ, 100 കിലോമീറ്റർ അൾട്രാ മാരത്തോൺ ഓടണമെങ്കിൽ കുറച്ച് വട്ട് തന്നെ വേണം. അതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങളുടെ 40% ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹിറ്റ് യുവർ ലിമിറ്റ് ഓഫ് 40%. നിങ്ങൾക്ക് അച്ചീവ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിച്ചാലില്ലേ, അത് ഹിറ്റ് ചെയ്തിട്ട് ദെൻ ഗോ ബിയോണ്ട് ഇറ്റ്. ഇതാണ് ഗോയിങ് എക്സ്ട്രാ മൈൽ. ദെൻ ഗോ ബിയോണ്ട് ഇറ്റ്. എവിടെ വെച്ചാണോ നിങ്ങൾ ബ്രേക്കപ്പ് ആകുന്നത്, നിങ്ങൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുന്നത്, അവിടുന്ന് ഒന്നുകൂടെ തുടങ്ങും. ആ പോയിന്റിൽ നിന്ന് ഒന്നുകൂടെ പുഷ് ചെയ്യാം. ഇത് നമുക്ക് മനസ്സിലാവില്ല വാസ്തവത്തിൽ. ഇതൊരു സാധാരണ അവസ്ഥയിൽ ഇരുന്നാൽ നമുക്കിത് മനസ്സിലാവുകയില്ല. സാധാരണ അവസ്ഥയിൽ നമുക്ക് ഇത് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല. പക്ഷെ ഇതിലൊരു ട്രൂത്ത് ഉണ്ട്. ഇങ്ങനെ ഒരു അസാധാരണമായ മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുള്ളവരാണ് നമ്മൾ ഇന്ന് ലൈം ലൈറ്റ് കാണുന്നത്. പോയ കാലത്ത് വിളക്കുകളായി തെളിഞ്ഞു നിൽക്കുന്നത്. ഈ രീതിയിൽ ആ ലിമിറ്റിനെ ക്രോസ് ചെയ്ത് എക്സ്ട്രാ മൈല് പോയിട്ടുള്ളവരാണ് പലപ്പോഴും വെളിച്ചമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു ഫാക്റ്റ് ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയരുത്. പക്ഷേ അസാധാരണമാണ്, എക്സ്ട്രാ ഓർഡിനറിയാണ്. നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്, പക്ഷെ എക്സ്ട്രാ ഓർഡിനറിയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ പറയാണ്, ബി മോർ ദാൻ മോട്ടിവേറ്റഡ്. വെറുതെ മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യമില്ല. ബി മോർ ദാൻ ഡ്രിവൺ. ബിക്കം ലിറ്ററലി ഒബ്സസ്ഡ്. അദ്ദേഹം പറയാ, അതായത് ഒരു മനോരോഗം പോലെ ആയിരിക്കണമെന്ന്. ബി ലിറ്ററലി ഒബ്സസ്ഡ് ടു ദ പോയിന്റ് വെയർ പീപ്പിൾ തിങ്ക് യു ആർ മാഡ്. അതായത് നിങ്ങളൊരു ഭ്രാന്തനാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ നോർമൽ അല്ല എന്നാണ് പുള്ളി പറയുന്നത്. അതായത് നിങ്ങൾ നമ്മുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾക്ക് ഭ്രാന്താണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു സംഗതിയിൽ ലോക്ക്ഡ് ആവണം. നമ്മുടെ ലൈഫിന്റെ ഒരു ഡെസ്റ്റിനി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ലോക്കിൻ ചെയ്യണം നമ്മൾ. പിന്നെ ഒരു അണുവിട മാറാണ്ട് അദ്ദേഹം പറയുന്നത് ഒബ്സസ്ഡ് ആവുക. ഒബ്സസ് എന്ന് പറഞ്ഞാൽ ഭാവനിബദ്ധത എന്നൊക്കെയാണ് മലയാളം. എന്നുവെച്ചാൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചിന്തയാണോ വരുന്നത് അതാണ് ഒബ്സഷൻ. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്ത വന്നില്ലെങ്കിൽ നമ്മൾ ഒബ്സസ്ഡ് അല്ല. നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാണ്ട് അത് തന്നെ വരണം.
രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓർമ്മ വരണം, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓർമ്മ വരണം, കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓർമ്മ വരണം. അങ്ങനെ വെറുതെ എല്ലാ സമയവും അത് ഒബ്സസ്ഡ്, ആ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കണം. ഒരിച്ചിരി ടൈം കിട്ടിയാൽ നമ്മൾ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. എങ്ങനെ ഇതിൽ കൂടുതൽ നോളജ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. സകല ടൈമിൽ മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല. നമ്മളൊരു വിഷയത്തിൽ ലോക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞാൽ സമയം പോകുന്നത് നമ്മളെ ബാധിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. സദാ നമ്മൾ എവിടെ പോയാലും ഇത് ബാക്കിൽ കാണും. നമ്മൾ ഒരാളോട് സംസാരിക്കുമായിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ഇതുണ്ടാവും. നമ്മൾ കളിക്കുമായിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ഇതുണ്ടാവും. നമ്മൾ സിനിമ കാണുമായിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ഇതുണ്ടാവും. എവിടെ പോയാലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണും. അതാണ് ഒബ്സഷൻ. ഇങ്ങനെ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഫൈൻഡ് ആൻ ഒബ്സഷൻ ആൻഡ് കമ്മിറ്റ് ടു ഇറ്റ് ഫോർ ഡെക്കേഡ്സ്. അതായത് 10, 20, 30 കൊല്ലം ഇതിനു വേണ്ടി കൊടുത്തേക്ക്. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് അദ്ദേഹം പറയുന്നത്. ലൈഫിന് ഇത്ര മാത്രമേ പർപ്പസ് ഉള്ളൂ. എന്താണത്? നമ്മുടെ ലക്ഷ്യം കണ്ടെത്തി അതിൽ ലോക്ക് ചെയ്ത് ഒരു 30 കൊല്ലം അതിലേക്ക് അല്ലെ 10, 15, 20 എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ടൈമും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ബാക്കി എല്ലാം ജീവിച്ചിട്ട് അതിന്റെ ബാക്കിയായി കിട്ടുന്ന കുറച്ച് ടൈം അല്ല ഇതിൽ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അതാണ്. എന്താണ്? ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം മാറ്റിവെക്കും. എന്നിട്ട് കിട്ടുന്ന ചില ഇടവേളകൾ നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ. അത് ഏറ്റവും വലിയ പാപ്പരത്വമാണ്, ഏറ്റവും വലിയ പോവർട്ടിയാണത്. ടൈമില്ല, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ട്രൂ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈം ഇല്ല എന്നുള്ളതാണ് റിയൽ പോവർട്ടി. പക്ഷെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കണമെങ്കിൽ അസാധ്യമായ കറേജ് വേണം. ഫൈൻഡ് ആൻ ഒബ്സഷൻ ആൻഡ് കമ്മിറ്റ് ടു ഇറ്റ് ഫോർ ഡെക്കേഡ്സ്. അത്രേ ഉള്ളൂ. വിവേകാനന്ദൻ ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. സ്വാമിജി ഇതേ ടോണിൽ സംസാരിക്കുന്നുണ്ട്. സ്വാമിജി വേറൊന്നിലാണ് ലോക്ക് ചെയ്തത്, ഇദ്ദേഹം വേറൊന്നിൽ ലോക്ക് ചെയ്തു. പക്ഷെ രണ്ടുപേരും ഒരേപോലെ ഒബ്സസ്ഡ് ആയിരുന്നു. വെൻ യു ആർ കമ്മിറ്റഡ്, അദ്ദേഹം പറയാണ്, വെൻ യു ആർ ഒബ്സസ്ഡ്, വെൻ യു ആർ കമ്മിറ്റഡ്, വാട്ട് എവർ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, പിന്നെ നിങ്ങളുടെ മുമ്പിൽ എന്ത് വന്നാലും, വെദർ ഇറ്റ് ഈസ് ഡിപ്രഷൻ, വെദർ ഇറ്റ് ഈസ് എ ട്രാജഡി, വെദർ ഇറ്റ് ഈസ് പോവർട്ടി, എന്ത് തന്നെ മുമ്പിൽ വന്നാലും, വെദർ ഇറ്റ് ഈസ് റേസിസം, ഇദ്ദേഹം ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് റേസിസം വരുന്നത്, വെദർ ഇറ്റ് ഈസ് റേസിസം, എന്ത് തന്നെ മുമ്പിൽ വന്നാലും ഇറ്റ് ബിക്കംസ് ഫ്യൂവൽ ഫോർ മൈ മെറ്റാമോർഫോസിസ്. ഇവിടെ ഞാൻ സത്യം പറഞ്ഞ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ആദരിച്ചു ഇത് വായിച്ചപ്പോൾ. അദ്ദേഹം പറയാണ്, റേസിസം വരട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒപ്രഷൻ വരട്ടെ, ട്രാജഡി വരട്ടെ, ഡിപ്രഷൻ വരട്ടെ, പിന്നെ പോവർട്ടി, ദാരിദ്ര്യം തന്നെ വരട്ടെ, എന്ത് വന്നാലും ദാറ്റ് ബിക്കംസ് ഫ്യൂവൽ ഫോർ മൈ മെറ്റാമോർഫോസിസ്. ഇതാണ് മെറ്റാമോർഫോസിസ് എന്നുള്ള വാക്ക്. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരു ബന്ധവും. മെറ്റാമോർഫോസിസ് എവിടെ ഉണ്ടാവാം? ഇപ്പൊ കാറ്റർപില്ലർ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആവുന്നത് മെറ്റാമോർഫോസിസാണ്. കാര്യം ഇറിവേഴ്സിബിളാ, തിരിച്ചു പോകാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ആദ്യത്തെ ജീവിയുടെ യാതൊരു രൂപസാദൃശ്യവും രണ്ടാമത്തെ ജീവിക്കില്ല. പക്ഷെ ലിറ്ററലി ഇവർ രണ്ടുപേരും ഒന്നാണ്. കാറ്റർപില്ലർ ആണ് ബട്ടർഫ്ലൈ ആകുന്നത്. പക്ഷെ ഇതിന് ബട്ടർഫ്ലൈക്ക് തിരിച്ച് കാറ്റർപില്ലർ ആവാൻ പറ്റില്ല. മാത്രമല്ല, കാറ്റർപില്ലറും ബട്ടർഫ്ലൈയും തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാവില്ല. പുഴു ഇഴഞ്ഞു നടക്കുമെങ്കിൽ പക്ഷി പറന്ന് നടക്കും, അല്ലേ? ബട്ടർഫ്ലൈ പറന്ന് നടക്കും. ഇതാണ് മെറ്റാമോർഫോസിസ്. ഇത് നമ്മളിലുണ്ടെന്നാ പറയുന്നത്. നമ്മളിലും ഇത് രണ്ടും ഉണ്ട്, ഈ സ്റ്റേജ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്ത് തന്നെ വന്നാലും അത് ഫ്യൂലാണ്. പോവർട്ടി വന്നാൽ അതിനെ ഞാൻ ഇതിന്റെ ഇന്ധനമാക്കും. നിങ്ങൾ എനിക്കെതിരെ റേസിസത്തിന്റെ ഇഷ്ടിക എടുത്ത് എറിഞ്ഞോളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പോട്ടുള്ള പാതയൊരുക്കും. ഇങ്ങനെയൊക്കെ പറയാൻ അസാധ്യമായ സത്യസന്ധതയും ധൈര്യവും വേണം. ബ്ലെസ്ഡ് ആയിരിക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് പെയിൻ. അദ്ദേഹം ആദ്യം ഫിയർ ആണ് എൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞു. പിന്നെ പറയാണ് പെയിൻ അൺലോക്ക് എ സീക്രട്ട് ഡോർവേ ഇൻ ദ മൈൻഡ്. അദ്ദേഹം പറയാം പെയിൻ ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടില്ല, ലൈഫ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പെയിൻ അൺലോക്ക് എ സീക്രട്ട് ഡോർവേ ഇൻ ദ മൈൻഡ്, വൺ ദാറ്റ് ലീഡ്സ് ടു ബോത്ത് പീക്ക് പെർഫോമൻസ് ആൻഡ് ബ്യൂട്ടിഫുൾ സൈലൻസ്. ഇതെന്താന്ന് പുള്ളിയോട് തന്നെ ചോദിക്കണം. ഈ പീക്ക് പെർഫോമൻസും ബ്യൂട്ടിഫുൾ സൈലൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് അദ്ദേഹത്തിന്റെ ഓൺ വേർഡ്സ് ആണ്. ഈ ബ്യൂട്ടിഫുൾ സൈലൻസ് എന്താണെന്ന് പുള്ളിയോട് തന്നെ ചോദിക്കണം. എന്തായാലും പീക്ക് പെർഫോമൻസ് നമുക്കറിയാം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ എടുക്കണമെങ്കിൽ എന്ത് വേണം?
പെയിൻ വേണം. പെയിൻ അറിഞ്ഞിരിക്കണം. മെൻ്റൽ പെയിൻ, ഫിസിക്കൽ പെയിൻ, ഡിസ്കംഫർട്ട്, ആങ്സൈറ്റി, ആ അൺനോണിലേക്ക് പോകുമ്പോഴുള്ള ഫിയർ, ഇങ്ങനെയുള്ള പെയിൻ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പെയിനും അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ സീക്രട്ട് ഡോർ തുറന്നു കിട്ടുക. ആ സീക്രട്ട് ഡോർ തുറന്നാൽ അവിടെ എന്തുകൊണ്ട്? പീക്ക് പെർഫോമൻസ്. നമ്മളുടെ ഏറ്റവും ഒരു ഐസ്ക്രീമിൻ്റെ ഏറ്റവും മുകളിൽ വയ്ക്കുന്ന ഒന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത്, ഒരു ചെറി, ആ പീക്ക് പെർഫോമൻസ്. അതുപോലെ എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മുകളിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ആ സംഗതിയാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ പെയിനിലൂടെ കടന്നു പോയാലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നടക്കുക. പീക്ക് പെർഫോമൻസ് ആൻഡ് ബ്യൂട്ടിഫുൾ സൈലൻസ്. എനിക്കറിയില്ല ആക്ച്വലി എന്താണ് ഈ ബ്യൂട്ടിഫുൾ സൈലൻസ് എന്ന്. ഗ്രേസ്ഫുൾ സൈലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അതായിരിക്കും ഈ ബുദ്ധൻ്റെയൊക്കെ സൈലൻസ്. അത് ഗ്രേസ്ഫുൾ സൈലൻസ്, ഗ്രേസ്ഫുൾ സ്മൈൽ, മൗന മന്ദഹാസം എന്നൊക്കെ പറയും. അതുപോലെ, അതായത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ബുദ്ധൻ പറയുന്നത് നിർവ്വാണം എന്നാണ്. നിർവ്വാണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈവൻ അത് തന്നെ ഒന്നുമല്ലായ്മയാണ്, ഒരു മഹാശൂന്യതയിലേക്കുള്ള പോക്കാണത്. അതാണ് അദ്ദേഹം പറയുന്ന ബ്യൂട്ടിഫുൾ സൈലൻസ്. പിന്നെ ഒന്നുമില്ല, പിന്നെ നിങ്ങളില്ല. നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വി ആർ ഡൺ, വി ആർ ഫിനിഷ്ഡ്. പിന്നെ നമ്മളില്ല. നമ്മളുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്താൽ നിമിഷം നമ്മൾ പിന്നെ മാറി, ഈ പ്രപഞ്ചമായിട്ട് ലയിച്ചു. പിന്നെ ഞാനും പ്രപഞ്ചവും രണ്ടല്ല, ഞാനും പ്രപഞ്ചവും അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ചു. എവിടെയാണ് ഞാൻ അവസാനിക്കുന്നത്? എവിടെയാണ് ഈ പ്രപഞ്ചം ആരംഭിക്കുന്നത്? ഐ ഡോണ്ട് നോ. എവിടെയാണ് ഞാൻ അവസാനിക്കുന്നത്, എവിടെയാണ് ഈ മഴവിൽ ആരംഭിക്കുന്നത് എന്നൊരു കവിതയുണ്ട്. ഈ മഴവിൽ ആരംഭിക്കുന്നതും ഞാൻ അവസാനിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതായത് ഞാനും മഴവില്ലും ഒന്നാണ് എന്നാണ് ആ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്കിവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈമാണ്.